കോറിക്ക് പ്രവർത്തനാനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പൂളിക്കുന്ന് സംരക്ഷണ സമരസമിതി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പല്ലശ്ശന പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സമരസമിതി ചെയർമാൻ എസ് അശോകൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പല്ലശ്ശന പഞ്ചായത്തിലെ 2ാം വാർഡിൽ പ്രവർത്തിച്ചിരുന്ന ദീപം കോറിക്ക് പ്രവർത്തനാനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ പൂളിക്കുന്ന് സംരക്ഷണ സമിതി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പല്ലശ്ശന പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. സമരസമിതി ചെയർമാനും 2ാം വാർഡ് മെമ്പറുമായ എസ് അശോകൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി കൺവീനർ സി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വി മുരളീധരൻ, വാർഡ് മെമ്പർമാരായ പി എസ് രാമനാഥൻ, ഡി മനുപ്രസാദ്, ആർ ജയനാരായണൻ, കെ വിജയലക്ഷ്മി, എ ജി കൃഷ്ണൻ, കെ കണ്ടൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 80-കാരിയായ സി കുഞ്ച ക്വാറി മൂലം പ്രദേശത്തെ വയോധികരും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കുകയും ക്വാറി പ്രവർത്തനം നിർത്തുന്നതുവരെ സമരക്കാരോടൊപ്പം നിൽക്കുമെന്നും പറഞ്ഞു. നിലവിൽ ക്വാറി പ്രവർത്തിക്കുന്നത് അനധികൃതമായാണെന്നും പഞ്ചായത്ത് പൊതുശ്മശാനത്തിലേക്കുള്ള വഴി ക്വാറിയുടമ അടച്ചുവെന്നും സമരക്കാർ ആരോപിച്ചു. കുളങ്ങൾ നികത്തുകയും പുറമ്പോക്ക് ഭൂമികൾ കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് പാറ പൊട്ടിക്കുന്നത്. ബഫർ സോണിൽപ്പെട്ട സ്ഥലത്താണ് ജിയോളജി പെർമിറ്റ് നൽകിയിരിക്കുന്നത്. ക്വാറിയുടമ സമർപ്പിച്ചിട്ടുള്ള എല്ലാ രേഖകളും പുനഃപരിശോധിക്കണമെന്നും ക്വാറിയുടമ കൈയേറിയ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുകയും ജിയോളജി പെർമിറ്റ് റദ്ദാക്കുകയും ചെയ്യണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. ഭരണസമിതി അനുവാദം നൽകുന്നത് വഴി ക്വാറിയുടമയ്ക്ക് അനധികൃത ഖനനത്തിന് വഴിവെച്ചതായും നാട്ടുകാർ കുറ്റപ്പെടുത്തി. വിജിലൻസിനെ കൊണ്ട് പഞ്ചായത്ത് ഭരണത്തിലെ അഴിമതി അന്വേഷിപ്പിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. നമുക്കിവിടെ കാര്യമാണ് വലുത്, അല്ലാതെ വാക്കുകളല്ല. ഇവിടെ പൂതാളിക്കുന്ന് സമരസമിതി എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ അറിയണം. പല്ലശ്ശേരിയിലെ 2ാം വാർഡിലാണ് ഈ പൂതാളിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഈ പൂതാളിക്കുന്നിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് പാടങ്ങളും അതിന് ചേർന്ന് നൂറുകണക്കിന് വീടുകൾ. ഈ വീടുകളെയൊക്കെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കോറി മാഫിയ അവിടെ വന്ന് പാറ പൊട്ടിക്കുന്നത്. ഈ കോറി മാഫിയക്ക് ഇവിടെ താവളമൊരുക്കിയതാരാണ്? അതാണ് ആദ്യത്തെ ചോദ്യം. ഈ പ്രദേശത്ത്, ബഫർ സോണിൽ പെടുന്ന ഈ പ്രദേശത്ത് ഒരിക്കലും പാറ പൊട്ടിക്കാൻ നിയമപരമായി കഴിയില്ല. അങ്ങനെ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പുറത്തു നിന്നുള്ള ഒരു കോറിയ മാഫിയകളെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതാര്? ചോദ്യം ഇതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാരാണ്? ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.